മിഞ്ഞാന്ന് കണ്ടിന്യൂസിൽ മഴ പെയ്തിട്ട് മാംഗ്ലൂർ പമ്പയിലെല്ലാം മുങ്ങിയത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങൾ ഒമേഗ ഹോസ്പിറ്റൽ ലാബും നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായി. ലാബിലോട്ടും ഇത്രയ്ക്ക് വെള്ളം കയറുന്നത് ആസ് യൂഷ്വൽ. എല്ലാ ഇയറും ഞങ്ങൾക്ക് മഴ വരുമ്പോൾ ഇങ്ങനെ നല്ലോണം വെള്ളം കയറും. പക്ഷേ ഇപ്രാവശ്യം നല്ലോണം കയറിപ്പോയി. സഡനിൽ വന്നത് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നായിരുന്നു വെള്ളം കയറിയത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ ഫയലും കാര്യങ്ങളെല്ലാം ഞങ്ങളതുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് മഴ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഫയൽസൊക്കെ എടുത്തിട്ട് മീത്ത് വെച്ചിട്ടുണ്ടായി. എങ്കിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സഡൻലി മഴ പെയ്തതല്ലേ, കുറച്ച് ഫയൽസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ മാറ്റി. അവിടുന്ന് ഞങ്ങൾക്കൊന്നും പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ പറ്റുന്നുണ്ടായിട്ടില്ല. പേഷ്യൻ്റ് സാമ്പിളൊക്കെ വന്നതൊക്കെ പെൻഡിങ്ങിലുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആക്കി പോകാൻ പറ്റാതാണ്. അപ്പോൾ ഞങ്ങൾ വർക്കുകൾ വെള്ളം കയറുന്നതിന് പിന്നെ പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്കുകളെല്ലാം പെട്ടെന്ന് തീർത്തുണ്ടായി. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ട് വന്ന് എല്ലാ പ്രാവശ്യവും ആസ് യൂഷ്വൽ ഇങ്ങനെ വെള്ളം കയറും. ഇതൊന്നും ഞങ്ങൾക്ക് പുതുമയല്ല. പക്ഷേ ഇപ്രാവശ്യം പെട്ടെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ പണിയൊക്കെ പെട്ടെന്ന് തീർത്ത്. കരണ്ടും പോയി. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് പിന്നെ കൂടുന്നേ ഉണ്ടായി. പിന്നെ കരണ്ട് പോയത് കൊണ്ട് ഞങ്ങൾ കിട്ടിയത് പാതി, കിട്ടാതെ പാതി എടുത്തിട്ട് മുകളിലോട്ട് പോയി. എന്ത് കിട്ടിയിട്ടില്ല. അമ്മയെ കണ്ട് ഒരു ഡൈരിയം കിടക്കാന്ന് പറഞ്ഞ് ഡൈരി എടുത്തോളൂ. വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡൈരിയെങ്കിൽ ഡോറും വെക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മുകളിൽ പോയി പിന്നെ കണ്ടിന്യൂസ്ലി മഴ ഉണ്ടായിക്കൊണ്ട് വെള്ളം നല്ല കൂടുന്നുണ്ടായിന്. പിന്നെ വെള്ളം കയറിയത് കണ്ടാ. ഒരു മഴയിൽ ഞങ്ങൾ ഒമേഗ മുങ്ങി. പ്രേയർ റൂമിൽ പോയിട്ട് റെഡി ആയിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഈ സീന് കണ്ടത്. മഴയ്ക്ക് നല്ലോണം ബ്ലോക്കായിട്ട് എല്ലാവരും ഇവിടെ ബാക്കി ആയിട്ടുണ്ടായി. പഞ്ചിങ് മെഷീൻ കേടായത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി പഞ്ചാക്കാതെ. പക്ഷെ വീട്ടിൽ പെട്ടെന്ന് എത്താമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ റോഡിൽ ഇത്ര ബ്ലോക്ക്. 1.5 ബ്ലോക്കായിരുന്നു. കാരണം എന്താ, കണ്ടിന്യൂസ് മഴയിൽ പമ്പയിൽ മുങ്ങി. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. റോഡിലെ കാണുമ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ബസ് അവിടെ നിർത്തിയിട്ടാകുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി കയറി. KSRTC ഫസ്റ്റ് ഓഫ് ഓൾ നിൽപ്പിക്കാറുമില്ല, പിന്നെ അത് സീറ്റും കിട്ടാറില്ല. ബസ്സിൽ കയറിയിട്ടാകുമ്പോഴാണ് ഈ സീന് കണ്ടത്. റോഡ് മൊത്തം ബ്ലോക്കായിട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റാത്ത നടു റോഡിൽ തന്നെ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ആംബുലൻസിലേക്ക് കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായി. കാണുമ്പോൾ നല്ല പ്രൗഡ് തോന്നി. ഇത്രയൊക്കെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ എത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വിട്ട ബസ് പമ്പകൾ ഒരു അരമണിക്കൂർ നിന്ന്. പമ്പകൾ 1.5 ബ്ലോക്കായിരുന്നു. വെള്ളം കയറി അതിൽ പോകാനേ പറ്റുന്നുണ്ടായിട്ടില്ല. പിന്നെ ബസ് എയിലയിലെ പോയതേന്ന് ഞങ്ങൾക്കറിയില്ല. റൂട്ട് തെറ്റിച്ചിട്ട് എയിലയിലായിട്ട് എന്തെങ്കിലും ഫൈനൽ ബസ് പോയി. അപ്പോൾ ഞാൻ സേഫായിട്ട് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.